ഹലോ ഗൈസ്, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഞാൻ പൂടുന്നൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എല്ലാം അടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളമാണ് നിറച്ചും രാവിലെ നല്ല മഴ പെയ്തിട്ട്. അപ്പം അതെല്ലാം ഒന്ന് കുറച്ച് വൃത്തിയാക്കട്ടെ. മഴയല്ല, മഴ പെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ് ഗൈസ്. വീണ്ടും പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പൂട്ട് തുടങ്ങുന്നുണ്ട്. പൂവെല്ലാം നനഞ്ഞുകൊണ്ട് കൈക്കെല്ലാം പറ്റുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച പോലെ വെക്കാൻ പറ്റുന്നില്ല. എൻ്റെ ചുക്കുരുവാനം കയ്യിലേക്ക് കൂടി ഓടിക്കളിക്കുന്നുണ്ട്. ചുക്കുരുവിന് ഞാനെന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതെല്ലാം ചുക്കുരുവിനും ചെയ്യണം. ചുക്കുരുവിൻ്റെ പരിപാടി അതാണ്. ചുക്കുരുവിന് ഇന്നതാണെന്നൊന്നുമില്ല. എന്തെന്നായാലും ചുക്കുരുവിന് എൻ്റെ കൂടെ തന്നെ നടത്താം. അപ്പോൾ മഴയത്ത് കുടയും ചൂടി പോയിട്ട് പൂ പറിച്ചു. അതില്ലാതെ ശരിയാവില്ലല്ലോ. അപ്പോൾ ഇനി നമുക്ക് ഈ ചൂടാം. ചോന്ന പൂ മാത്രം പറിച്ചിട്ടിടാന്ന് വിചാരിച്ചാൽ അത്രയും അധികം ഇല്ല. ഇതെല്ലാം കുറച്ചേ ഉള്ളൂ. എല്ലാം കൂടി അങ്ങനെ ഒപ്പിച്ചിട്ട് കൊണ്ടുപോകണം. ഇതൊന്നും പൈസ കൊടുത്തിട്ടൊന്നും വാങ്ങുന്നൊന്നുമില്ലല്ലോ നമ്മൾ. നല്ല ഓണത്തിന് പൈസയും കൊടുത്ത് വാങ്ങാൻ പരിപാടികളല്ല. ഇപ്പം ഇവിടെയുള്ള പൂ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു കോളാമ്പിയാണ് കിട്ടിയത്. ഒറ്റ ഒന്ന് മാത്രമേ കിട്ടിയുള്ളൂ. അപ്പം അതിനെ ഞാനിത് ഇവിടെ വെക്കാം, എടുത്ത് കാണിക്കാം. അപ്പം അതവിടെ വെക്കട്ടെ. ഇനി നമുക്ക് ഈ ചെമ്പരത്തി വെക്കാം. ഈ കളറ് ചെമ്പരത്തി കിട്ടിയിട്ടുണ്ട് കേസില, നല്ല അടിപൊളി. അപ്പം ഇതിനെ വെക്കട്ടെ. ഞാൻ നിറച്ച് വെക്കാൻ എത്തുമെന്ന് അറിയില്ല. ഉള്ളതുപോലെ വെക്കാം. ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മറ്റേ ഭാഗത്തേക്ക് പോകാം. അതാണ് നല്ലത്. ഇങ്ങനെ. അപ്പം ഇനി ബാക്കിയുള്ളത് നമുക്ക് ഇങ്ങനെയും വെച്ച് കൊടുക്കാം, ഇങ്ങനെയും വെച്ച് കൊടുക്കാം. അതന്നെ പരിപാടി. അപ്പം ഇങ്ങനെയും വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അടിപൊളി. അതാണ് പരിപാടി. അപ്പം അടിപൊളിയായില്ലേ? എല്ലാം ഒരേ കളറിൽ കിട്ടുകയും ചെയ്ത് നമുക്ക്. അപ്പം അതേതായാലും അടിപൊളിയായി. ഇന്ന് കുറച്ച് ചെമ്പരത്തിയും കൂടി കിട്ടിയോണ്ട് നല്ല കളർഫുള്ളായിട്ട് വന്നു. ഇല്ലെങ്കിൽ ഇത്രയും കളർഫുള്ളാവില്ല. നല്ല അടിപൊളിയായിട്ട് ഉള്ള ചെമ്പരത്തിയാണിത്. നല്ല രസമുള്ള കളറാണ്. എനിക്ക് ഇഷ്ടമുള്ള കളറായിരിക്കും ഈ ചെമ്പരത്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ കളർ. പണ്ട് മുതലേ അത് നല്ല അടിപൊളി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഞാൻ കൂടുന്നത് ഗൈസ്? ഇങ്ങനെയാകുമ്പോൾ നമുക്ക് നല്ല അടിപൊളിയായിട്ടിടാം. ഒരു പ്രശ്നമില്ല. വാവ്, നല്ല രസമുണ്ട്. നിങ്ങൾ വിചാരിക്കും ഞാൻ തന്നെ കൂട്ടി ഞാൻ തന്നെ വാവ് എന്ന് പറയുന്നല്ലേ? അതല്ല, നമുക്കായിട്ട് തോന്നുമല്ലോ. അതിന് തന്നെ ഒരു സ്റ്റൈല് തോന്നൂല്ലേ ഇടുമ്പോൾ? എല്ലാ കാര്യവും അങ്ങനെയല്ലേ? അപ്പം അതേപോലെ എനിക്ക് തോന്നുന്നു നന്നായിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ പൂടുന്നത് നല്ല അടിപൊളിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ നിലമൊന്നും കാണാണ്ട് നല്ല ഇതായിട്ട്
ഇട്ട് കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവില്ല. ഇനി ഒന്നും കൂടിയുണ്ട്, അപ്പോൾ അതും കൂടി അതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അത് തന്നെ. അപ്പോൾ സൂപ്പറായിട്ടുണ്ട് ഗേൾസ്. ഇനി നമുക്ക് നമ്മളെ വയലറ്റിനെ, നമ്മളെ കാക്കപ്പൂ ഉണ്ടല്ലോ, അവരെ നമുക്ക് ഇവരെ കൂട്ടത്തിൽ വെച്ച് കൊടുക്കാം. നമ്മളെ കാക്കപ്പൂന ഇതാ, നമ്മളെ കാക്കപ്പൂന നോക്കട്ടെ. നമ്മളെ അടിപൊളി കാക്കപ്പൂ ഇവരാണ് എൻ്റെ അടുത്ത് ഒരുപാടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കൂടാൻ വേണ്ടിയിട്ട് മെനക്കെട്ടത്. കയ്യെല്ലാം നനയും. തോർത്തെടുത്തിട്ട് കൈ തോർക്കട്ടെ. പക്ഷേ കുറച്ച് നേരം മെനക്കെട്ട് ഇരിക്കണം ഇത് വെക്കാൻ. എന്നാൽ മാത്രമേ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ അതിന് ഭംഗിയുണ്ടാവും. ഇല്ലെങ്കിൽ ഭംഗി കിട്ടില്ല. വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ലല്ലോ. കുറച്ച് സമയം എടുത്ത് ചെയ്യണം, എന്നാൽ മാത്രമേ ഭംഗി വരും. അപ്പം അങ്ങനെ നമുക്ക് ചുറ്റോട് ചുറ്റും ഇട്ടിട്ട് വരാം. ചുറ്റോട് ചുറ്റും ഞാനിത് ഇട്ടിട്ട് വരട്ടെ ഗൈസ്. എൻ്റെ ചുക്കുരു പായുന്ന നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലേ? ചുക്കുരുവിന് ഇത് തന്നെ പരിപാടി. ചുക്കുരു ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ വിചാരിക്കണ്ട ഈ ചുക്കുരുവിന് വേറെ പണിയില്ല. ചുക്കുരു എന്തെങ്കിലും വണ്ടി നീങ്ങാൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പൂട്ടുമെല്ലാം തട്ടി തെറിപ്പിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. മിഞ്ഞാന്ന് അങ്ങനെയാണ്. രാത്രിയായാലും ഒരു വണ്ട് വന്ന് മൊത്തം തട്ടി തെറിപ്പിച്ചു. അതുവരെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ ചെടീനെ അല്ല പൂവിനെ ഒന്നും ഒന്നും കളിയൊന്നും ചെയ്തിട്ടില്ല. വണ്ടിനെ കണ്ടേരം മുതൽ ആ വണ്ടിനെ തട്ടി 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 കഴിച്ചിട്ട് എൻ്റെ ചെടി പൂ മൊത്തം തട്ടി തെറിപ്പിച്ചു. എന്നിട്ടെല്ലാം ഞാൻ വീണ്ടും അടുപ്പിച്ച് വെക്കുമായിരുന്നു. മറ്റിത്ര ദിവസമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എല്ലാം വെച്ചെടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അന്ന് ആ വണ്ട് വന്നുകൊണ്ടാണ് ചുക്കുരു അങ്ങനത്തെ പണിയെടുത്ത്. ചുക്കുരുവിനെ പറഞ്ഞിട്ടും കാര്യമില്ല. ചുക്കുരുവിന് ഇങ്ങനത്തെ എല്ലാം കാണുമ്പോൾ ചുക്കുരു പിടിക്കാൻ പോകും. പല്ലീന പാറ്റേനെല്ലാം കാണുമ്പോൾ ഉടനെ ഓടിപ്പോകുന്ന കൂട്ടത്തിലാണ്. എല്ലാം പിടിക്കും, ഒന്നിനും ബാക്കി വെച്ചിട്ടില്ല. ഇന്ന് മഴയാൻ തോന്നുന്നുണ്ട്. ഇന്നലെ മഴയൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ മഴ വന്നിട്ട് പെയ്തിട്ടില്ല. ഇന്ന് മഴ പെയ്തുകൊണ്ടിരിക്കണം. അതുകൊണ്ട് മുറ്റം അടിക്കാൻ പറ്റിയിട്ടില്ല. മുറ്റത്ത് അതുകൊണ്ട് ഞാൻ പൂടാത്ത ഈ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് മുറ്റത്ത് പോയിട്ട് ഇടാൻ പറ്റില്ല. അപ്പം എൻ്റെ കാക്കപ്പൂ ഇട്ട് കഴിഞ്ഞു. ഇനി ചെമ്പരത്തിയിലിട്ട് ഗൈസ്. കാക്കപ്പൂ ഇട്ട് ഇനി ചെമ്പരത്തിനെയാണ് ഇടുന്നത്. ചെമ്പരത്തി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മഞ്ഞ സ്റ്റാർ ഇടും. അപ്പം അവരെയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ ഇന്നത്തെ പൂവിടൽ ചടങ്ങ് അങ്ങനെ തീരും. നിറച്ചും വെള്ളമാണ് ചെമ്പരത്തിൻ്റെ അകത്തെല്ലാം. നമുക്ക് കൈക്കെല്ലാം പറ്റി പിടിക്കുന്നുണ്ട്. പിന്നെ ഉറുമ്പുകൾ വരുന്നുണ്ട് തേന് കുടിക്കാൻ. കാക്കപ്പൂവിൻ്റെ അകത്തുള്ള തേനുണ്ടല്ലോ, അത് കുടിക്കാൻ വേണ്ടിയിട്ട്
ഉറുമ്പുകൾ പഞ്ചസാരയൊക്കെ ഇരുന്ന ആ ഉറുമ്പില്ലേ, ആ ഉറുമ്പ് വരുന്നുണ്ട്. അപ്പോൾ അവർക്കും വേണ്ടേ, എല്ലാം നമ്മൾ ഇവിടെ എടുത്തു കൊണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് തേന് കൊടുക്കണ്ടേ. അതിന് അവരും വരുന്നുണ്ട്. എല്ലാവർക്കും വേണമല്ലോ. അവർക്ക് പറ്റി പിടിക്കുന്നില്ല, വെള്ളം പറ്റി പിടിക്കുന്നു ഗൈസ്. അതിൻ്റെ മുകളിലെല്ലാം വെള്ളം സർവത്ര വെള്ളം. പൂക്കളെ വെള്ളം, നിങ്ങളുടെ നേരൊക്കെ മഴവെള്ളം എവിടെയാണ് ഇല്ലാത്തത് എന്ന് വെച്ചാൽ നമുക്ക് അവിടെയാണ് നികത്തി കൊടുക്കാം. തീരെ ഇല്ലാത്ത സ്ഥലത്ത് നോക്കിയിട്ട് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പം അതും അവിടെ വെച്ച് ഇനി നമുക്ക് അടുത്ത ആൾക്കാരെ വെക്കാം. സ്റ്റാറുകളെ വരൂ, നിങ്ങളെയും നമുക്ക് വെക്കാം. സ്റ്റാറെല്ലാം നിൽക്കുമെന്നാണിപ്പോൾ. സ്റ്റാറിനെല്ലാം ചില സമയം അങ്ങനെയുണ്ട്, നിൽക്കില്ല. അത് ഇങ്ങനെ വെക്കാൻ പറ്റില്ല. ഇവരധികം ഇതായി നിൽക്കില്ല. മറ്റേ സ്റ്റാർ പോലെയല്ല ഇവരിങ്ങനെ നിലത്തേക്ക് കൂടി പടർന്ന് പിടിക്കുന്ന പോലത്തെ ടൈപ്പെല്ലാം. ഇവരധികം നിൽക്കും തോന്നില്ല. ഇവരെ ശരിക്കും നേരെ നിർത്തിക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇങ്ങനെ നിർത്തിക്കാൻ പറ്റും. സ്റ്റാറുകൾ ഇങ്ങനെ നിൽക്കും. ഇങ്ങനെ നിൽക്കത്തില്ല, ഇങ്ങനെ നിൽക്കട്ടെ. ഇവരിങ്ങനെ നിൽക്കട്ടെ. എല്ലാവരെയും നമുക്ക് നിർത്തിക്കാനുണ്ട്. അപ്പം ഇതാ ഗൈസ്, എൻ്റെ ഇന്നത്തെ കൂടൽ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇന്ന് ഞാനിട്ട പൂക്കളം. എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു ഗൈസ്. അപ്പം ഇതാ വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.